അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഭാവിയിൽ രൂപം കൊള്ളാനിരിക്കുന്ന സംഭവങ്ങൾ സർവജ്ഞാനിയായ ദൈവം മുൻകൂട്ടി വെളിപാടുകളിലൂടെയോ ദർശനങ്ങളിലൂടെയോ ബോധനങ്ങളിലൂടെയോ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നതിനെയാണ് പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രവചനങ്ങൾ പൂർത്തിയാവുക എന്നത് ദൈവാസ്തിക്യത്തിനും പ്രവാചകന്റെ സത്യത്തിനും കാലം നൽകുന്ന സാക്ഷ്യങ്ങളാണ്. സത്യമതങ്ങൾക്ക് ഇത്തരം പ്രവചന പൂർത്തീകരണങ്ങൾ നൽകുന്ന ഉത്തേജനം വിശ്വാസികളുടെ ആത്മീയ വളർച്ചയിൽ വമ്പിച്ച സ്വാധീനങ്ങൾ ചെലുത്തുന്നു. പ്രവചനങ്ങൾ മിക്കതും പ്രവാചകന്മാരുടെ ദൗത്യവും അവരുടെ മതപ്രസ്ഥാനവുമായും പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടതായിരിക്കും. വിശുദ്ധ ഖുർആനിലും ഹദീസിലും മറ്റു മതഗ്രന്ഥങ്ങളിലും ഈ കാലഘട്ടത്തെപ്പറ്റി നിരവധി പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവചനങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിലെ ഭാഷ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ വിജ്ഞാന വിനിമയങ്ങളിൽ ഉപയോഗിക്കുന്ന വിധത്തിലല്ല മിക്ക പ്രവചനങ്ങളിലെയും ഭാഷ. വളരെയേറെ പ്രതീകാത്മകവും ആലങ്കാരികവും പദനിരുക്തിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കേണ്ടതുമാണവ. പ്രവചന ഭാഷ ആത്മീയ ജ്ഞാനികൾക്കാണ് എളുപ്പത്തിൽ ഉപദർശനം നൽകുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. പ്രവചനങ്ങളിലെ വചനപ്പൊരുൾ ഭാവി കാലങ്ങളിലാണ് പുലരുന്നത്. ഭാവിയിലുള്ള സ്ഥലകാലവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രവാചകന്മാരാണ് ദൈവം അറിയിച്ചത് പ്രകാരം പ്രവചനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ചില പ്രവചനങ്ങളുടെ യാഥാർത്ഥ്യം പ്രവാചകന്മാർക്ക് പോലും ഗ്രഹിക്കാൻ സാധിക്കാതെ വരുന്നത്. പ്രവചന ദൃഷ്ടാന്തങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പുലരണമെന്ന് ശഠിക്കുന്നത് ബുദ്ധിശൂന്യരായ ആളുകളാണ്. ഖുർആൻ പറയുന്നു, എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയായിരുന്നു. അതിനെ സംബന്ധിച്ച് അഹംഭാവം നടിച്ചുകൊണ്ടും വ്യാക്കത പറഞ്ഞുകൊണ്ടും അസംബന്ധങ്ങൾ പുലമ്പുകയായിരുന്നു. സൂറത്ത് 23, 67, 68 ആയത്തുകൾ. ഈ കാലഘട്ടത്തെപ്പറ്റി നിരവധി പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പ്രവചനങ്ങളിൽ പലതും ഈ കാലഘട്ടത്തിൽ പൂർത്തിയായതായും നാം കാണുന്നു. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകുന്നത് മതങ്ങൾക്കെല്ലാം ഒരു ഏകീഭാവമുണ്ടെന്നും മതങ്ങളെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നും നിർഗളിച്ചതുമാണെന്നാണ്. ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം നാം ഇത്തരം പ്രവചനങ്ങൾ കാണുകയും അത് പൂർത്തിയാവുകയും ചെയ്താൽ അത് യാദൃശ്ചികമെന്ന പല്ലവി വെച്ച് നിഷേധികൾ നിഷേധിച്ചേക്കാം. എന്നാൽ എല്ലാ മതങ്ങളിലും ഒരേ കാലഘട്ടത്തെ പറ്റി പറയുകയും അക്കാലത്ത് പൂർത്തിയാവേണ്ട സംഭവ വികാസങ്ങൾ ഓരോന്നായി ഒരേ രൂപത്തിൽ പറയുകയും അതിൽ പറയപ്പെട്ട പ്രവചനങ്ങൾ പലതും സത്യമായി പൂർത്തിയായതായി കാണുകയും ചെയ്യുമ്പോൾ അത് ദൈവാസ്തിക്യത്തിനുള്ള വലിയൊരു അടയാളമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചിന്തിക്കുന്നവർ അതിനോട് അനുബന്ധിതമായ മറ്റു പ്രവചനങ്ങളിൽ കൂടി ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിൽ ഇതു സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെ പറ്റി നമുക്ക് പരിശോധിക്കാം. ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സുപ്രസിദ്ധ ഗ്രന്ഥമായ ഇസാലയെ ഔഹാം എന്ന കൃതിയിൽ ഭാഗം 599 ഇങ്ങനെ പ്രസ്താവിച്ചു: അപ്രകാരം തന്നെ യൗജൂജ് മൗജൂജിൻ്റെ സ്ഥിതിയും അറിഞ്ഞുകൊള്ളുക. 2 പൗരാണിക ജാതിക്കാരാണവർ. മുൻകാലങ്ങളിൽ ഇവർക്ക് ഇതര ജനങ്ങളുടെ മേൽ ജയം പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവരുടെ സ്ഥിതി ബലഹീനമായിരുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു,
അവസാന കാലത്ത് ഈ രണ്ടു ജാതിക്കാരും പുറപ്പെട്ടു വരുന്നതാണ്. അതായത് അവർ ശക്തിപ്രതാപത്തോടെ പ്രത്യക്ഷപ്പെടുമെന്ന് താൽപ്പര്യം. സൂറ അൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നു, അതായത് ഈ രണ്ടു ജാതിക്കാരും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞ ശേഷം പരസ്പരം ആക്രമണം നടത്തുന്നതാണ്. ഈ രണ്ടു ജാതിക്കാർ ഇംഗ്ലീഷുകാരും റഷ്യക്കാരുമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന മനുഷ്യലോകത്തിന് അവതരിച്ച വിശുദ്ധ ഖുർആനിലും യൗജൂജ് മൗജൂജിൻ്റെ വിവരണങ്ങൾ കാണാം. ഹദീസിലും യൗജൂജ് മൗജൂജ് എന്ന രണ്ടു ശാക്തിക ചേരികളുടെ പേർ പറയുകയും അവരുടെ ഗുണങ്ങളെക്കുറിച്ചും ഭാവിയിൽ അവർക്കുണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ചും ഭൂമിയിലുള്ള എല്ലാവരെയും കീഴടക്കുകയും എല്ലാ നിക്ഷേപങ്ങളും പുറത്തെടുത്ത ശേഷം അവർ ആകാശത്തെ കീഴടക്കാൻ ശ്രമിക്കുകയും ആകാശത്തേക്ക് തീയമ്പുകൾ വിക്ഷേപിക്കുമെന്ന് ഹദീസുകളിൽ വിവരിച്ചു പറഞ്ഞതായി കാണാം. ഈ രണ്ട് ശാക്തിക ചേരികൾ ഇംഗ്ലീഷുകാരും റഷ്യക്കാരുമാണെന്നാണ് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ പറഞ്ഞു തന്നത്. ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറയുമ്പോൾ റഷ്യയിൽ സാർ ചക്രവർത്തി ഭരിക്കുന്ന കാലഘട്ടമാണ്. ഈ രണ്ടു ശാക്തിക ചേരികളെ ചൂണ്ടിക്കാണിച്ചു തന്ന ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. അതിനുശേഷമാണ് ഈ പറയപ്പെട്ട രണ്ടു കൂട്ടർ ആകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപണം ആരംഭിച്ചത്, അഥവാ ബഹിരാകാശ യുഗം ആവിർഭവിച്ചത്. വാസ്തവത്തിൽ ഈ ഒരൊറ്റ പ്രവചനം മുഖേന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സത്യസാക്ഷ്യം വെളിപ്പെടുകയാണ് ചെയ്തത്. മറ്റൊരു സംഗതി, അവിടുന്ന് സൂറ അൽ കഹ്ഫിലെ ആയത്തുകളിലേക്കും വിരൽ ചൂണ്ടുകയുണ്ടായി. ആ ആയത്ത് പരിശോധിച്ചപ്പോൾ ദുൽഖർനൈൻ രാജാവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം അതിൽ കാണാൻ സാധിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നു, പിന്നീട് അദ്ദേഹം വേറൊരു മാർഗം പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം രണ്ടു മലകൾക്കിടയിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ അതിനപ്പുറം ഒരു ജനതയെ അദ്ദേഹം കണ്ടെത്തി. അവർക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രയാസപ്പെട്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവർ പറഞ്ഞു, ദുൽഖർനൈൻ, തീർച്ചയായും യൗജൂജും മൗജൂജും നാട്ടിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഞങ്ങൾക്കും അവർക്കുമിടയിൽ ഒരു മതിൽ നിർമ്മിക്കുമെന്ന വ്യവസ്ഥയിൽ ഞങ്ങൾ താങ്കൾക്ക് കരം നിശ്ചയിക്കട്ടെയോ? അദ്ദേഹം പറഞ്ഞു, ഇത്തരം പ്രവൃത്തികളുടെ കാര്യത്തിൽ എൻ്റെ നാഥൻ എനിക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ശക്തിയും സ്വാധീനവും എതിരാളികൾക്കുള്ളതിനേക്കാൾ വളരെ മികച്ചതാണ്. അതിനാൽ പ്രയത്നശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. നിങ്ങൾക്കും അവർക്കുമിടയിൽ ഞാൻ ഒരു ശക്തമായ ഭിത്തി നിർമ്മിച്ചു തരാം. നിങ്ങൾ എനിക്ക് ഇരുമ്പ് കഷ്ണം കൊണ്ടുവരൂ. അങ്ങനെ രണ്ടു മലകൾക്കിടയിൽ അദ്ദേഹം വിടവ് സമമാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീ ഊതിക്കത്തിക്കുവിൻ. തുടർന്ന് അദ്ദേഹം അതിനെ അഗ്നിമയമാക്കിയപ്പോൾ അദ്ദേഹം കൽപ്പിച്ചു കൊണ്ടുവരിക, ഞാൻ അതിന്മേൽ ഉരുക്കിയ ചെമ്പ് ഒഴിക്കാം. അങ്ങനെ അവർക്ക് അത് കയറി മറിയാനോ തുരന്നു കടക്കാനോ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ നാഥനിൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്. എന്നാൽ എൻ്റെ നാഥൻ വാഗ്ദാനം നിറവേറ്റുന്ന നാൾ അവൻ അതിനെ തകർത്ത് നിരപ്പാക്കി കളയുന്നതാണ്. എൻ്റെ നാഥൻ്റെ വാഗ്ദാനം സത്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറ 18 90 മുതൽ 99 വരെയുള്ള ആയത്തുകൾ. ഈ യൗജൂജ് മൗജൂജിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ വെച്ച് പുലർത്തിയ വിശ്വാസം വളരെ രസകരമാണ്. ഭൂമി പരന്നതാണെന്നും അതിനു ചുറ്റും അതിർത്തികളിൽ കാഫ് മല എന്നു പേരുള്ള ഒരു പർവ്വതമുണ്ടെന്നും ആ പർവ്വതത്താൽ വലയം ചെയ്യപ്പെട്ട മറ്റൊരു പർവ്വതമുണ്ടെന്നും അതിൽ നമ്മുടെ ഈ ഭൂമിയുടെ 80,000 മടങ്ങ് വ്യത്യസ്തമായ വേറൊരു ഭൂമിയുണ്ടെന്നും അവിടെയാണിപ്പോൾ യൗജൂജ് മൗജൂജ് കുടിയിരിക്കുന്നതെന്നും അവസാന നാൾ അടുത്താൽ അവർ പ്രസ്തുത പർവ്വതം അടിച്ചുടച്ച് ഈ ഭൂമിയിലേക്ക് പുറപ്പെട്ട് വൃക്ഷലതാദികളൊക്കെ തിന്ന് നശിപ്പിക്കുകയും
കടലിലെയും കായലിലെയും വെള്ളമെല്ലാം കുടിച്ചു വറ്റിക്കുകയും ചെയ്യുമെന്നൊക്കെയാണ് കഥകൾ. ഇങ്ങനെയുള്ള കെട്ടുകഥകളിലും ഊഹാപോഹങ്ങളിലും മുസ്ലിം സാധാരണ ജനങ്ങളെ പണ്ഡിത വർഗം തളച്ചിട്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയോട് പറയാൻ പറ്റാത്തതിനാൽ യജൂജ് മൗജൂജ് മനുഷ്യരല്ലാത്ത ഏതോ സത്വങ്ങളായിട്ടാണ് വിശ്വസിച്ചു വരുന്നതെങ്കിലും അവർ ഇത് തുറന്നു പറയാറില്ല. മുൻകാല വിശ്വാസങ്ങൾ ഭൂമി ഒരു ഗോളമാണെന്നും അതിനു ചുറ്റും മലകളില്ലെന്നും അതിനപ്പുറം മറ്റൊരു ഭൂമിയില്ലെന്നും ഈ ശാസ്ത്രീയ യുഗത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന പരമാർത്ഥങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ യൗജൂജ് മൗജൂജിനെയും ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽപ്പെട്ടവരിൽ നിന്നു തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇവിടെ ദുൽഖർനൈൻ രാജാവ് യൗജൂജ് മൗജൂജിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഒരു ജനതയെ രക്ഷിച്ച വിവരണമാണ് നൽകുന്നത്. ഈ ആയത്തിനെ വിവരിക്കുന്നതിന് മുമ്പ് ദുൽഖർനൈൻ രാജാവ് ആരാണെന്നും യൗജൂജ് മൗജൂജ് ആരാണെന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ദുൽഖർനൈൻ രാജാവ് അലക്സാണ്ടർ ചക്രവർത്തിയാണെന്ന് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞു കാണുന്നു. എന്നാൽ ദുൽഖർനൈൻ മഹാനായ സൈറസ് ചക്രവർത്തിയാണെന്നാണ് അഹ്മദിയ ജമായത്തിന്റെ രണ്ടാമത്തെ ഖലീഫ രചിച്ച വിശുദ്ധ ഖുർആന്റെ തഫ്സീർ കബീറിൽ പല രേഖകൾ കൊണ്ടും സമർത്ഥിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രവാചകനായ സൊറാസ്ട്രിൽ വിശ്വസിക്കുന്ന ആളാണ്. സൊറാസ്ട്ർ മതം ഇസ്ലാമിനെ പോലെ മരണാനന്തര ജീവിതം പ്രതിപാദിക്കുന്ന മതമാണ്. അതുകൊണ്ട് തന്നെ സൈറസ് രാജാവ് മരണാനന്തര ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വളരെ പരിശുദ്ധ ജീവിതം നയിച്ചയാളും ദൈവിക ഭാഷണം ലഭിച്ച വ്യക്തിയുമായിരുന്നു. മാത്രമല്ല, ഇത്ര വലിയ ഒരു മതിൽ പണിയണമെങ്കിൽ ഒരു ദീർഘസമയം എടുത്തിരിക്കും. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത് സൈറസ് ചക്രവർത്തിയാണെന്നതിലേക്ക് സൂചന നൽകുന്നു. അലക്സാണ്ടറുടെ ജീവിതം ഒരു പടയോട്ട ജീവിതമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിച്ച ചരിത്രമില്ല. അദ്ദേഹം സൈറസിനെ പോലെ ദിവ്യ വെളിപാട് ലഭിച്ച ആളുമായിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, യൗജൂജ് മൗജൂജ് ആരാണെന്ന് കൂടി നാം മനസ്സിലാക്കണം. അറബി ഭാഷയുടെ ഏറ്റവും വലിയ കഴിവ് ഏതൊരു കൂട്ടരെ കുറിച്ചോ സാധനങ്ങളെക്കുറിച്ചോ ഒരു വാക്ക് പ്രയുക്തമായാൽ ആ നാമത്തിൻ്റെ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ വിവരണം അന്തർലീനമായി കാണാവുന്നതാണ്. ഇവിടെ അജ് അല്ലെങ്കിൽ ഔജ്, അതുമല്ലെങ്കിൽ മൗജ് എന്നീ ധാതുക്കളിൽ നിന്നാണ് യൗജൂജ് മൗജൂജ് നിഷ്പന്നമായത് എന്ന് 3 വാദഗതികളുണ്ട്. ഏതർത്ഥത്തിലും ഈ ജനതയുടെ സ്വഭാവം അതിൽ കൂടി മനസ്സിലാക്കാം. കത്തിജ്വലിക്കുക, പ്രകാശിക്കുക, തീപ്പൊരി പാറുക, അത്യുഷ്ണമുള്ളതാവുക, കുതിച്ചോടുക, സമ്മിശ്രമാക്കുക, ഉപ്പുരസമുള്ളതാവുക, കയറുക, ഉയരുക, അതിശീഘ്രം ചലിക്കുക, കോളിളക്കമുണ്ടാവുക എന്നീ അർത്ഥങ്ങളെല്ലാം പ്രസ്തുത യൗജൂജ് മൗജൂജ് എന്ന വാക്കിൽ അന്തർലീനമായിട്ടുണ്ട്. അവർ അഗ്നിപ്രയോഗം നടത്തുന്ന ഒരു കൂട്ടരായിരിക്കുമെന്നും കരയിലും കടലിലും ശീഘ്രഗമനം ചെയ്യുന്നവരാണെന്നും ഇതിൽ നിന്നും മനസ്സിലാകുന്നു. സൂറ അൽ കഹ്ഫിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഏകദൈവ വിശ്വാസത്തെ സംരക്ഷിക്കാൻ യേശുവിൽ വിശ്വസിച്ച ആദിമ ക്രിസ്ത്യാനി യുവാക്കൾ 300 കൊല്ലത്തോളം ഗുഹാവാസം അനുഷ്ഠിക്കേണ്ടി വന്ന ചരിത്രം വിവരിക്കുന്നു. പൊതു മുസ്ലിങ്ങൾ ഈ ചരിത്ര സംഭവത്തെ 300 കൊല്ലം അവർ ഗുഹയിൽ ഉറങ്ങിയവരായിട്ടാണ് വിശ്വസിക്കുന്നത്. യേശുവിനും അദ്ദേഹത്തിൽ വിശ്വസിച്ചവർക്കും ആരംഭത്തിൽ അനുഭവിക്കേണ്ടി വന്ന അതിരൂക്ഷമായ എതിർപ്പുകളിൽ നിന്ന് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് അവർ ഗുഹാവാസികളായി കഴിഞ്ഞത്. ഇത് സംബന്ധിച്ചും മുസ്ലിം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കെട്ടുകഥകൾ രേഖപ്പെട്ടു കിടക്കുന്നു.
പ്രസ്തുത ഗുഹകൾ മൈലുകളോളം ദൈർഘ്യമുള്ള ഗുഹകളാണ്. ഈ ഗുഹകളിൽ റോമൻ അടിമകൾ ക്രൂരന്മാരായ അവരുടെ യജമാനന്മാരിൽ നിന്നും രക്ഷ കിട്ടാൻ അഭയം പ്രാപിച്ചിരുന്ന ഒളിസങ്കേതങ്ങളുമുണ്ട്. റോമിൽ ഇന്നും നിലനിൽക്കുന്ന ഈ ഗുഹകൾ കാറ്റഗോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 300 കൊല്ലം ഈ ഗുഹാജീവിതം നയിക്കേണ്ടി വന്നപ്പോൾ അതിനകത്ത് കുടുംബസമേതം ജീവിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ അവർ ഒരുക്കിയതായും മനസ്സിലാകുന്നു. അതിനകത്ത് മതപാഠശാലകൾ വരെ ഉണ്ടായിരുന്നു അത്രേ. പ്രസ്തുത കാറ്റഗോംസ് അഹമ്മദിയ ഖലീഫമാരിൽ പലരും സന്ദർശിച്ചിട്ടുണ്ട്. തഫ്സീർ കബീർ രചിച്ച 2ാം ഖലീഫ സാനി റളിയല്ലാഹു തആല അൻഹു പ്രസ്തുത ഗുഹ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ സമൂഹം 300 കൊല്ലങ്ങൾക്ക് ശേഷം കോൺസ്റ്റന്റൈൻ രാജാവ് ക്രിസ്തുമതം വിശ്വസിച്ചതിന് ശേഷമാണ് സ്വതന്ത്രരായത്. പിന്നീട് ക്രിസ്തുമതത്തിന് വളർച്ചയുണ്ടായി. അത് ഏതാണ്ട് ഇസ്ലാമിൻ്റെ ആവിർഭാവം വരെ നീണ്ടുനിന്നു. ഇസ്ലാമിൻ്റെ ആവിർഭാവശേഷം ഇസ്ര കൈസറെ പോലെയുള്ള വൻ രാഷ്ട്രങ്ങൾ ഇസ്ലാമിന് എതിരിൽ വന്നു. ദൈവിക സഹായം മുഖേന 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് അവരും ഇസ്ലാമിന് അടിയറവ് പറഞ്ഞു. പിന്നീട് ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയായിരുന്നു. എന്നാൽ ഭാവിയിൽ ഇസ്ലാമിൻ്റെ പേരും ഖുർആന്റെ ലിപിയും മാത്രം ശേഷിക്കുകയും ഈമാൻ കാർത്തിക നക്ഷത്രത്തിൽ കരേറിപ്പോകുകയും മുസ്ലിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി അധപ്പതിക്കുകയും അവരുടെ പണ്ഡിതന്മാർ ആകാശത്തിന് കീഴിൽ നികൃഷ്ട ജീവികളായി തീരുമെന്നും ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് എല്ലാ നിലയിലുമുള്ള അധപ്പതനവും ഉണ്ടാകുമെന്നും അള്ളാഹുവിൻ്റെ അറിയിപ്പനുസരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തെ അറിയിച്ചു. ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ രക്ഷകനായി വാഗ്ദത്ത മഹ്ദി മസീഹ് വരുമെന്നും അദ്ദേഹം യഅ്ജൂജ് മഅ്ജൂജിനെ ചൂണ്ടിക്കാണിച്ചു തരുമെന്നും യഅ്ജൂജ് മഅ്ജൂജിനെ യുദ്ധം കൊണ്ടു നേരിടാൻ മുസ്ലിങ്ങൾക്ക് സാധ്യമല്ലെന്നും അവരിൽ നിന്നുമുള്ള ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മഹ്ദി മസീഹിൽ ബയ്യത്ത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമാണ് എന്നാണ് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീ കൊണ്ട് കളിക്കുന്ന ഈ 2 ശക്തികൾ അവസാനം തമ്മിലടിച്ച് നാശമടയും എന്ന പ്രവചനവും സൂറ കഹ്ഫിൽ തന്നെയുണ്ട്. ഇവർ അക്രമാസക്തരായ ഒരു ജനവിഭാഗമാണ്. അയൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും ആക്രമിക്കാനും സന്ദർഭം പാർത്തിരിക്കുന്ന ജനവിഭാഗം. ഇവരുടെ ശല്യം അധികരിച്ച സന്ദർഭത്തിലാണ് ദുൽഖർനൈൻ അഥവാ സൈറസ് ചക്രവർത്തിയുടെ പടയോട്ടം ആ ഭാഗങ്ങളിൽ ഉണ്ടായത്. ഇവർ പേർഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളെ കടന്നാക്രമിക്കുകയും കുറേ ഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് സൈറസ് രാജാവ് അവരെ നേരിട്ടത്. അദ്ദേഹം അവരെ വിരട്ടിയോടിച്ചു, നാടിനെ രക്ഷിച്ചു. ഭാവിയിൽ അവരുടെ അക്രമങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ രാജ്യാതിർത്തിയിൽ ഒരു മതിലും കെട്ടിക്കൊടുത്തു. അതിൻ്റെ ആ നാട്ടുകാരിൽ നിന്നും ശ്രമദാനം സൈറസ് സ്വീകരിച്ചതായി കാണുന്നു. ഈ ഭിത്തിക്ക് ദർബന്ദ് ഭിത്തി എന്ന് പറയപ്പെടുന്നു. ഇതിന് 29 അടി ഉയരവും 10 അടി വീതിയും ഉണ്ടായിരുന്നു. ഈ ഭിത്തി ഇന്നും ആ പ്രദേശത്ത് ജീർണാവസ്ഥയിൽ നിലകൊള്ളുന്നുണ്ട്. ഈ ഭിത്തിയുടെ നിർമ്മാണശേഷം ഈ ജനതയെ പൂർണ്ണമായി തടഞ്ഞു നിർത്തുവാൻ സാധിച്ചു. തുടർന്ന് സൈറസ് ചക്രവർത്തി പറഞ്ഞ വാക്കുകൾ ദൈവിക അറിയിപ്പോടുകൂടിയ വചനങ്ങളാണ്. അതായത് വാഗ്ദത്ത മഹ്ദി മസീഹിന്റെ കാലഘട്ടം ആവിർഭവിക്കുമ്പോൾ ഈ മതിൽക്കെട്ടിന് അവരെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അവർ ആകാശത്തുകൂടിയും കടലിൽ കൂടിയും തിരമാലകൾ പോലെ ലോകത്ത് സ്വാധീനം ചെലുത്തുന്നതാണ്. അതാണ് ചരിത്രത്തിൽ കൂടി നാം കണ്ടതും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. യഅ്ജൂജ് മഅ്ജൂജിന്റെ പുറപ്പാട് കടൽ, ആകാശം എന്നീ മാർഗങ്ങളിലൂടെയാണെന്ന് ഖുർആനിലെ 21-ാം സൂറത്ത് 96-ാം വചനത്തിലും പറയുന്നുണ്ട്. അവസാന കാലത്ത്
വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവീക പുരുഷൻ ആഗതനാവുന്ന കാലത്ത് യൗജൂജ് മൗജൂജിൻ്റെ തള്ളിക്കയറ്റവും അക്രമവും സംഭവിക്കുമെന്ന ദുൽഖർനൈൻ രാജാവിൻ്റെ പ്രവചനം ഇക്കാലത്ത് പൂർത്തിയായി. വിശുദ്ധ ഖുർആന്റെയും തിരുനബി വചനത്തിൻ്റെയും വെളിച്ചത്തിലും അതിനെ കൂടുതൽ സ്ഫുടതയോടെ വാഗ്ദത്ത മസീഹ് ഹദ്റത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ടു ശാക്തിക ചേരികളുടെ നാശം അവർ തമ്മിലുള്ള ഒരു ആഗോള യുദ്ധത്തിൽ കൂടിയായിരിക്കുമെന്നും മനസ്സിലാക്കി തരുന്നു. അതിനുശേഷം വാഗ്ദത്ത മഹ്ദിയുടെ അഹ്മദിയ ജമായത്തിലൂടെ ഇസ്ലാമിൻ്റെ ആഗോള വിജയമുണ്ടാവുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ രണ്ടു ശാക്തിക ചേരികൾ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾക്ക് ഈ ശക്തികളെ കൊണ്ട് വളരെയധികം യാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. ഇവർ ഏറ്റുമുട്ടുന്നതിനു മുമ്പായി അവരെ നേരിടാൻ ഒരു മുസ്ലിം ശക്തിക്കും സാധ്യമല്ലെന്നും പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബാക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തതായി ഹദീസിൽ കാണുന്നു. അറബികൾക്ക് നാശം. യൗജൂജ് മൗജൂജിൻ്റെ ഭിത്തിയിൽ നിന്ന് 2 വിരൽ കൊണ്ട് വൃത്തമുണ്ടാക്കി കാണിച്ചുകൊണ്ട് റസൂല പറഞ്ഞു, ഇത്ര വിടവുണ്ടായിരിക്കുന്നു. ആ മഹൽ വാക്യത്തിൻ്റെ അലയൊലികളാണ് അറബ് രാഷ്ട്രങ്ങളിൽ നാം ദർശിക്കുന്നത്. ചരിത്രത്തിൽ മറ്റൊരു സംഭവ വികാസം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഫലസ്തീനികളുടെ ജന്മസ്ഥലത്ത് നിന്നും അവരെ ആട്ടിയോടിച്ച ശേഷമാണ് ഇസ്രായേൽ രാജ്യം രൂപീകൃതമായത്. ഈ അനീതിക്ക് യൗജൂജ് മൗജൂജും കൂട്ടുനിൽക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആനിലും ഇത് സംബന്ധിച്ച് പ്രവചനമുണ്ട്. അവസാന കാലത്തെ വാഗ്ദാനം പൂർത്തിയായാൽ നാം അവരെ ഒരുമിച്ച് കൂട്ടും എന്ന് യഹൂദികളെ സംബന്ധിച്ച പ്രവചനവും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അവസാന കാലത്തെ വാഗ്ദാനം എന്നത് മഹ്ദി മസീഹിൻ്റെ അവതാരമാണ്. ഇതും അറബികൾക്ക് നാശം എന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇപ്പോൾ അറബികളെ മുഴുവൻ ലോക പോലീസായ അമേരിക്ക അവരുടെ മേധാവിത്വത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. അവരോട് വിയോജിപ്പുള്ളവരെ സംഹരിക്കാനുള്ള പുറപ്പാടാണ് നാം ഇന്ന് ഇറാഖിലും സിറിയയിലും ഫലസ്തീനിലുമെല്ലാം കണ്ടത്. വാഗ്ദത്ത മസീഹിൻ്റെ 4ാമത്തെ ഖലീഫ മുമ്പ് ഇറാഖും കുവൈത്തും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നും ഇതിന് സഹായത്തിന് അമേരിക്കയെയോ മറ്റ് അമുസ്ലിം വിദേശ രാജ്യങ്ങളെയോ സമീപിക്കരുതെന്നും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ വെളിച്ചത്തിൽ മുസ്ലിം രാഷ്ട്ര തലവന്മാരെ ജാഗ്രതപ്പെടുത്തിയിരുന്നു. വിശുദ്ധ ഖുർആന്റെ തത്വരഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹു അയച്ച വാഗ്ദത്ത മസീഹിൻ്റെ ഖലീഫ അവരുടെ കണ്ണിൽ നിസാരനായി തോന്നിയത് കൊണ്ടായിരിക്കാം ആ ഉപദേശങ്ങളെല്ലാം അഗണ്യകോടിയിൽ തള്ളുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഫലം അവർ ഇന്ന് അനുഭവിക്കുന്നു. ഭാവി ലോകം അറബികൾക്ക് ഇതിനേക്കാൾ ഭയാനകവുമായിരിക്കും. ഇത് സംബന്ധമായി അവസാന കാലത്ത് പുലരേണ്ട മറ്റൊരു പ്രവചനം കൂടി ഓർമ്മ വരുന്നു. സൂറ ലഹബിലാണ് ആ പ്രവചനമുള്ളത്. വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും ദുർബലപ്പെട്ടുപോയി എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. അവർക്ക് ആ വചനങ്ങളുടെ അർത്ഥവും തത്വവും മനസ്സിലായില്ല എന്നതാണ് വാസ്തവം. നിത്യപ്രസക്തമായ ഖുർആനെ സംബന്ധിച്ച് അതിൻ്റെ അനുയായികളായ ഉലമാക്കന്മാർ തന്നെ ഉയർത്തുന്ന ഈ പരമാബദ്ധം വാഗ്ദത്ത മസീഹും അദ്ദേഹത്തിൻ്റെ ഖലീഫമാരും അതിനിശിതമായി അപലപിക്കുകയുണ്ടായി. ദുർബലമാക്കപ്പെട്ടതാണെന്നും അപ്രസക്തമാണെന്നും പറയപ്പെട്ട ഖുർആൻ ആയത്തുകൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച അവർ അർത്ഥം പറയുകയും ഖുർആന്റെ സജീവതയും പ്രസക്തിയും തെളിയിക്കുകയുമുണ്ടായി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലഹബിൻ്റെ വചനങ്ങൾ ഇപ്രകാരമാണ്: അബൂ ലഹബിൻ്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അവൻ തന്നെയും നശിച്ചു കഴിഞ്ഞു. അവൻ്റെ ധനമോ അവൻ പരിശ്രമിച്ചു സമ്പാദിച്ചതോ
അവന് ഒരു പ്രയോജനവും ചെയ്തില്ല. താമസിയാതെ അവൻ ജ്വാലയുള്ള അഗ്നിയിൽ പ്രവേശിക്കുന്നതാണ്. വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ട്. സാധാരണ നിലയിൽ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃവ്യനും പ്രഥമ ശത്രുക്കളിൽ ഒരാളുമായ അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരാളെ പരിഹാസപ്പേരിൽ അനുസ്മരിക്കുന്നുവെന്ന കാര്യം അചിന്തനീയമാണ്. കാരണം അത് വർജിക്കണമെന്നാണ് വിശ്വാസികളോട് അത് ഉപദേശിക്കുന്നത്. അബൂലഹബിൻ്റെ വാക്യാർത്ഥം ജ്വാലയുടെ പിതാവ് എന്നാണ്. ഇസ്ലാമിനെതിരിൽ കോപാഗ്നി ജ്വലിപ്പിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ ഗണത്തിൽ ഉൾപ്പെടുത്താം. ആലങ്കാരികാർത്ഥത്തിൽ റസൂൽ തിരുമേനിയുടെ പിതൃവ്യനെയും ആ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ജ്വാലയുടെ അഥവാ അഗ്നിയുടെ പിതാവിൻ്റെ ഇരുകരങ്ങളും എന്നത് തീജ്വാല കൊണ്ട് കളിക്കുന്ന ശാക്തിക ചേരികളാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും അഥവാ യൗജൂജ് മൗജൂജ്. അവൻ്റെ ഇരുകരങ്ങളും തകർന്നു, അവൻ തന്നെയും തകർന്നു. മറ്റൊരു വീക്ഷണത്തിൽ അബൂലഹബിനെ അവസാന കാലത്തെ ദജ്ജാലിൻ്റെ പുറപ്പാടുമായി താരതമ്യപ്പെടുത്തിയാൽ അവൻ്റെ ഇരുകരങ്ങൾ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും, മറ്റേത് റഷ്യയും അതിൻ്റെ സഖ്യകക്ഷികളുമാണ്. ഈ ശക്തികൾ തമ്മിൽ അതിഭയാനകമായ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. വാഗ്ദത്ത മഹ്ദി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഈ മഹായുദ്ധം മുഖേന ഇരു ശക്തികളും നശിക്കുമെന്ന് സാരം. അതാണ് പ്രസ്തുത ആയത്തിൻ്റെ ബാക്കി ഭാഗം മനസ്സിലാക്കി തരുന്നത്. വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യ എന്നതുകൊണ്ടുള്ള വിവക്ഷയും മറ്റു വിഭവങ്ങൾ നൽകുന്ന രാഷ്ട്രങ്ങളാണെന്ന് മനസ്സിലാകുന്നു. ഇന്നത്തെ അറബ് രാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും അതിൽ ഉൾപ്പെടുന്നു. അവരുമായി പല രൂപത്തിലുള്ള, വിട്ടുമാറാൻ പറ്റാത്ത രൂപത്തിലുള്ള കയറാണ് അവരുടെ കഴുത്തിലുള്ളത്. അവരും യുദ്ധത്തിൽ അകപ്പെടുമെന്ന് സാരം. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സംഭവങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധം മധ്യ പൗരസ്ത്യ ദേശങ്ങളിലാണ് അഥവാ ഷ്യാമിലാണ് അതിൻ്റെ ആരംഭമെന്ന് വാഗ്ദത്ത മസീഹ് ഹദ്റത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവചിച്ചിട്ടുണ്ട്. അവരുടെ നോട്ടം പെട്രോളിൻ്റെ മേലാണെന്നതും വ്യക്തമായി വരുന്നു. അറബികൾ ഈ രണ്ടു ശാക്തിക ചേരികളോട് ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അവരോട് യുദ്ധം ചെയ്യാൻ ആരാലും സാധ്യമാവുകയില്ല. മിഷ്കാത്തിൽ ഹദീസാണിത്. രക്ഷാമാർഗം ഒന്ന് മാത്രം, അള്ളാഹു ഈ കാലഘട്ടത്തിലെ രക്ഷകനായി എഴുന്നേൽപ്പിച്ച വാഗ്ദത്ത മഹ്ദി മസീഹിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മറ്റൊരു രക്ഷാമാർഗം ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല. ഇസ്ലാമിനെ ഈ പരിതാപാവസ്ഥയിൽ അള്ളാഹു വിട്ടുകളയുകയില്ല. ഈ മഹായുദ്ധത്തിൽ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഭാഗഭാക്കാകേണ്ടി വരും. ഈ രണ്ടു ശക്തികളും നിശ്ലേഷം നാശമടയും. പിന്നീട് റഷ്യ വേഗത്തിൽ കെടുതികളിൽ നിന്ന് അതിജീവിച്ച് അഭിവൃദ്ധി പ്രാപിക്കുമെന്നും അവിടെ കടലോരങ്ങളിലെ മണൽത്തരികൾ കണക്കെ മഹ്ദി ഇമാമിൽ ബയ്യത്ത് ചെയ്ത മുസ്ലിങ്ങൾ ഉണ്ടാകുമെന്നും റഷ്യയുടെ സാരഥ്യം വാഗ്ദത്ത മസീഹിൻ്റെ കയ്യിൽ വരുമെന്നും വാഗ്ദത്ത മസീഹ് പ്രവചിച്ചിട്ടുണ്ട്. അതേപോലെ പാശ്ചാത്യ നാടുകളിലും ഇസ്ലാം വ്യാപിക്കുമെന്നും പ്രവചനങ്ങളിലുണ്ട്. ഇതൊക്കെ ഈ കാലഘട്ടത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ച ദൃഷ്ടാന്തങ്ങളാണ്. യൗജൂജ് മൗജൂജ് മുഖേന ലോകത്ത് സംജാതമാകുന്ന ഒരുപാട് സംഭവങ്ങൾ പ്രവചന രൂപേണ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതൊക്കെ വിവരിച്ചാൽ ഇതൊരു വലിയ വീഡിയോ ആയിത്തീരും. ചെറിയൊരു പരാമർശം നടത്താതിരിക്കുന്നതും നീതിയാവുകയില്ല.
ഒട്ടക സവാരി നിർത്തൽ ചെയ്യപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഖുർആനും ഹദീസും പറയുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിലെ ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യമാണോ? നിങ്ങൾ കാണാത്ത പല വാഹനങ്ങളും ഉണ്ടായി വരുമെന്നും പറയപ്പെട്ടിരിക്കുന്നു. ആകാശത്തിൻ്റെ തോൽ ഉരിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഖഗോളശാസ്ത്ര പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഭൂമി ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വാഹനങ്ങൾ മുഖേന ഭൂമിയിലെ സഞ്ചാര ദൈർഘ്യം കുറയുമെന്നും ലോകം ഒന്നായിത്തീരുമെന്നും മറ്റു നിരവധി പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർത്തിയായതായി നാം കണ്ടു. അങ്ങനെ 100 പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തെ സ്പർശിക്കുന്നത് ഹദീസിലും വിശുദ്ധ ഖുർആനിലുമുണ്ട്. അതേപോലെ റോക്കറ്റ് വിക്ഷേപണവും നാം കണ്ടു. ഇതു സംബന്ധിച്ച് സൂറത്തുർ റഹ്മാനിൽ വ്യക്തമായ പ്രവചനങ്ങളുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് ഈ ഗോഗ് മാഗോഗിനെ തന്നെയാണ് അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2 ഭാരിച്ച ശാക്തിക ചേരികളെ നിങ്ങൾക്ക് വേണ്ടി താമസിയാതെ ഒഴിവായി ഒരുക്കി നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ അനുഗ്രഹങ്ങളെ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ജിന്നിൻ്റെയും ഇൻസിൻ്റെയും സമൂഹമേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മേഖലകളെ അതിലംഘിച്ച് അപ്പുറം കടക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കടന്നു പോയിക്കൊള്ളുക. തെളിവോടുകൂടിയല്ലാതെ നിങ്ങൾ കടന്നു പോവുകയില്ല. തുടർന്നുകൊണ്ട് സൂറ 55:36 നിങ്ങൾക്കെതിരിൽ തീജ്വാലയും ധൂമവും അയക്കപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം സഹായിച്ച് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈ രൂപത്തിലാണ് ഈ ശാക്തിക ചേരികൾ അന്തർധാനം ചെയ്യുക. അതിന് ശേഷമാണ് സമാധാന സമ്പൂർണമായ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അല്ലാഹു തആല വാഗ്ദത്ത മഹ്ദി മസീഹിന്റെ ജമാഅത്ത് മുഖേന ലോകത്ത് സംജാതമാക്കുക. ഇന്നത്തെ ഇറാഖിൻ്റെ നേരെയുള്ള ക്രൂരമായ താണ്ഡവം അമേരിക്ക നടത്തുന്നത് കൊണ്ടോ ഫലസ്തീനിൽ ഇപ്പോഴും ദുരിതങ്ങളുടെ കെട്ട് അയച്ചുവിടുന്നത് കൊണ്ടോ മുസ്ലിങ്ങൾ നിരാശരാകേണ്ട. അവർ മോമിനീങ്ങൾ ആവുകയാണെങ്കിൽ അവർക്കായിരിക്കും വിജയം. വാഗ്ദത്ത മഹ്ദി മസീഹിനാലുള്ള ആഗോള ഇസ്ലാമിക വിജയം അള്ളാഹു നിശ്ചയിച്ചതാണ്. അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എങ്ങനെ വിജയിക്കും? അല്ലാഹു തആല മുസ്ലിങ്ങളുടെ തെറ്റിൽ നിന്ന് അവരെ എളുപ്പം മോചിപ്പിച്ച് അവരെ അനുഗ്രഹത്തിൻ്റെ പാതയിൽ വേഗം നയിക്കുമാറാകട്ടെ. ആമീൻ. ഫലസ്തീൻ ജനങ്ങൾക്ക് അല്ലാഹു സബ്ർ നൽകട്ടെ. കഴിയുന്നതും വേഗത്തിൽ അവരുടെ പരാധീനതയ്ക്ക് അറുതി വരുത്തട്ടെ. അവരോടുള്ള അനുതാപം ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. ഇസ്രായേലിൻ്റെ ക്രൂരതയെ അല്ലാഹു തന്നെ നേരിട്ട് പരാജയപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.